ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടുഡേസ് ടോപ്പിക് വൈ സ്റ്റഡി ഓർഗനൈസേഷൻ ബിഹേവിയർ. വൈ സ്റ്റഡി ഓർഗനൈസേഷൻ ബിഹേവിയർ. എന്തിനാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന സബ്ജക്റ്റ് പഠിക്കുന്നത്? ഞാനൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു വിട്ടിരുന്നു വാട്ട് ദ നീഡ് ഫോർ സ്റ്റഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ടോപ്പിക് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ വി ലേൺഡ് വാട്ട് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ഡെഫിനിഷനും അതുപോലെ തന്നെ മീനിങ്ങും നിങ്ങൾക്ക് സെപ്പറേറ്റ് PDF അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി നിങ്ങൾ ഡെഫിനേഷനും മീനിങ്ങും പഠിക്കുക. നിങ്ങൾക്ക് സ്റ്റീഫൻ റോബിൻസിൻ്റെയാണ് ഇഷ്ടമെങ്കിൽ അത് പഠിച്ചോളൂ. അതല്ല നിങ്ങൾക്ക് ലൂതൻസിൻ്റെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ. ഓക്കെ, ഇതിൽ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക, അതേപോലെ മീനിങ്ങും പഠിച്ചു വയ്ക്കുക. ഒരുപാട് മീനിങ്ങിനെ കുറിച്ച് ഒരുപാട് നോട്ട്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതിൽ വെച്ചിട്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ എക്സാമിന് ദി നീഡ് ഫോർ സ്റ്റഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് വൈ സ്റ്റഡി ഓർഗനൈസേഷൻ ബിഹേവിയർ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഓർ ഏരിയ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നൊക്കെ ചോദിച്ചാൽ ഈ പഠിക്കുന്നതും ഇനി സെപ്പറേറ്റ് എല്ലാറ്റിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്ക് പഠിക്കാം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കണേ. ഓക്കെ, ദി റീസൺ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, സ്റ്റഡി ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ലീഡർ, ഒരു ലാർജ് ഓർഗനൈസേഷൻ, സക്സസ്ഫുള്ളായിട്ട് ഒരു ലാർജ് ഓർഗനൈസേഷൻ ലീഡ് ചെയ്യണ ഒരു മാനേജർക്ക് ഡെഫിനറ്റായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിച്ചിരിക്കണം. ഇന്നത്തെ ഒരു പുതിയൊരു പ്രൊഫഷനും കൂടിയാണ് OD പ്രാക്ടീഷണർ, ഓർഗനൈസേഷൻ പ്രാക്ടീഷണർ, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് പ്രാക്ടീഷണർ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നിങ്ങൾക്കൊരു നമ്മുടെ ദിവ്യ ടീച്ചർ സിസ്റ്റർ വന്നിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു. ആൾ പറഞ്ഞിരുന്നു ഷീസ് എ OD പ്രാക്ടീഷണറാണ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അത്തരത്തിലുള്ള ബോഡി പ്രാക്ടീഷണറും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏരിയ വരുന്നുണ്ട് ഇന്ത്യയിൽ. പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കരിയറും കൂടിയാണ് OD ഡെവലപ്പർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു OB പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാനേജർക്ക്, ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇൻ ഓർഡർ ടു ബിക്കെയിം എ സക്സസ്ഫുൾ മാനേജർ ഓർ ടു റൺ എ ബിസിനസ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടു എഫക്റ്റീവ്നെസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മാനേജർ ലാർജ് ബിസിനസ് റൺ ചെയ്യണ ഒരു ഓർഗനൈസേഷൻ നന്നായി റൺ ചെയ്യണമെങ്കിൽ അയാൾക്ക് OB അല്ലെങ്കിൽ ഹി ഹാസ് ടു സ്റ്റഡി ദി ബിഹേവിയർ ഓഫ് എ പീപ്പിൾ വർക്ക് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബിഹേവിയർ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദി ഡെഫിനിഷൻ ഓഫ് OB? ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതേപോലെ ടു അണ്ടർസ്റ്റാൻഡ്, പ്രിഡിക്റ്റ് ആൻഡ് കൺട്രോൾ ദി ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യണ നമ്മുടെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നോയിങ് ചെയ്യുക, അതുപോലെ നോയിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രിഡിക്റ്റിങ് ആൻഡ് കൺട്രോൾ, എങ്ങനെ പെരുമാറുക, ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ അവരെങ്ങനെ പെരുമാറുക മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് OB പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും why our employee behave in such a way, why they are not motivated or why they are not productive or why they are very productive, how to make a decision, why they are irresponsible. ഇങ്ങനെയൊക്കെ റെസ്പോൺസിബിൾ ആവാനും മോട്ടിവേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് OB പഠിക്കണം. പോയിൻ്റ് വൈസ് പഠിക്കുമ്പോൾ മേക്ക് ഗുഡ് ഡിസിഷൻസ്, ഇതൊക്കെ നിങ്ങൾ വായിച്ചോളൂ, മെറ്റീരിയൽ നോക്കി വായിച്ചോളൂ. ഞാനിതിൽ പോയിൻറ്റ്സ് വെച്ചതിൽ പറയുന്നുണ്ട്. എന്താ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം, അതായത് നമ്മൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ്, നമുക്ക് മോട്ടിവേഷൻ, ലീഡർ ബിഹേവിയർ, പവർ, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് സ്ട്രക്ചർ, ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ്, പെർസെപ്ഷൻ ചേഞ്ച് പ്രോസസ്, കോൺഫ്ലിക്റ്റ്, വർക്ക് ഡിസൈൻ ആൻഡ് വർക്ക് സ്ട്രെസ്. ഇത്ര ഏരിയയിൽ ശരിക്കും OB വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, അതായത് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയെ ഹൗ ടു മോട്ടിവേറ്റ്, how to improve their performance,
Okay, the leader, which type of leadership is more, which type of a leadership is suitable for the particular ബിസിനസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സെയിം ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഒരേ വ്യക്തി സെയിം മാനേജർ തന്നെ രണ്ട് ഓർഗനൈസേഷനിൽ അയാൾ ലീഡ് ചെയ്യുമ്പോൾ ഒന്ന് ചിലപ്പോൾ സക്സസ് ആവും, മേ ബി അനദറിൽ ഫെയിലിയർ ആവും. അപ്പോൾ അയാളുടെ എന്താണ് അയാൾ പ്രശ്നം വരുന്നത്, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അതിൻ്റെ സ്ട്രക്ചർ, അതായത് ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലിൻ്റെ ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യും. അതേപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ ഇഫക്റ്റ് ചെയ്യും. ഏതൊക്കെ ടൈപ്പൊക്കെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട് നിങ്ങൾ പഠിച്ച് നോക്കി നോക്കൂ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ ഓഫീസിലെ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന സ്ട്രക്ചറാണ് കുറച്ചുകൂടി ഒരു ചേഞ്ചായി എന്ന് പറയുന്നത്. ഫ്ലാറ്റർ ആകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നന്നായി മൂവ് ചെയ്യും. ഇപ്പോൾ ടൈപ്പ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ആലോചിച്ച് നോക്കി നോക്കും. അതൊക്കെ പെർസെപ്ഷൻ, വാട്ട് ഈസ് പെർസെപ്ഷൻ, നമുക്ക് ഒരു എംപ്ലോയിയുടെ പെർസെപ്ഷൻ മനസ്സിലാക്കാം. വാട്ട് ഈസ് എ പെർസെപ്ഷൻ വെച്ചാൽ ഹൗ എ പേഴ്സൺ സീ ഇൻ യൂണിവേഴ്സ്, അതായത് ഒരു യൂണിവേഴ്സിനെ എങ്ങനെയാണ്, ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, എല്ലാവരും ഒരു ഒബ്ജക്റ്റിനെ ഒരുപോലെ കാണില്ല. അപ്പോൾ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, അതുപോലെ എങ്ങനെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ വർക്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും, എങ്ങനെയാണ് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ പറ്റുക, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ, OB ഹെൽപ്സ് ടു ലേൺ അബൌട്ട് ദംസെൽഫ്, OB ആൻഡ് ഹൗ ടു ഡീൽ വിത്ത് അതേഴ്സ്, എങ്ങനെ മറ്റുള്ള ഡീൽ ചെയ്യാൻ പഠിക്കണം. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ വേ ഓഫ് തിങ്ക്, എങ്ങനെയാണ് നമ്മൾ ഒരു തിങ്കിങ് ആണ്, എങ്ങനെയാണ് മൾട്ടി ഡിസിപ്ലിനറി ആണ്, ഹെൽപ്പ് അസ് മൾട്ടിപ്പിൾ വേയ്സ്. അത് നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാൻ കാരണം ഒരു ഡിസിപ്ലിനിൽ നിന്ന് മാത്രമല്ല ഓർഗനൈസേഷൻ ബിഹേവിയർ. കാരണം നമ്മൾ വി ആർ സ്റ്റഡിങ് ദിസ് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പോൾ സൈക്കോളജിയുടെ കുറച്ച് ഭാഗം പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ എൻജിനീയറിങ് വർക്ക്, അങ്ങനെ പല ഫീൽഡുമായിട്ടും, ആൻഡ്രോപോളജി ആയിട്ടും എക്കണോമിക്കായിട്ടും മോട്ടിവേഷൻ ഫാക്ടറായിട്ടും, അതുപോലെ അവരുടെ പല ഏരിയസിൽ നിന്നുള്ള തിയറീസ്, നമ്മൾ മറ്റുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള തിയറീസ് നമ്മുടെ OBയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാം. അതുപോലെ ഹ്യൂമനിസ്റ്റിക് ഓറിയൻറ്റഡ് ആണ്, അത് നമ്മൾ ഡീൽ ചെയ്യുന്ന ഹ്യൂമൻ ആണ്. നമ്മൾ അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വെരി ഹ്യൂമനിസ്റ്റിക് വേലാണ്, ഒരു മനുഷ്യപരമായിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് ഓറിയൻറ്റേഷൻ ഉണ്ട് OBയിൽ. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പ്രോബ്ലം സംഭവിച്ചു, വാട്ട് ഈസ് ദ ഇവിൽ കോൺസിക്വൻസ്, അതിൻ്റെ ഇവിൽ കോൺസിക്വൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വിൽ ട്രൈ അവർ മാക്സിമം എങ്ങനെയാണ് ആ കോൺസിക്വൻസിൻ്റെ നെഗറ്റീവ് ഇവിൽ കോൺസിക്വൻസ് ഇനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും കൂട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി OBയുടെ എയിം. അപ്പോൾ ഹൗ ടു ഇംപ്രൂവ് അവർ എഫിഷ്യൻസി, പെർഫോമൻസ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സാറ്റിസ്ഫൈഡായ ഒരു എംപ്ലോയി മാത്രമേ നല്ല പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരാൾ ഓർഗനൈസേഷനിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ എങ്ങനെയാണ് ഹൗ ടു ഡെവലപ്പ് എ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി തിയറീസ് എങ്ങനെയാണ്, കാരണം പല ആൾക്കാരും പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഓരോ പേഴ്സണാലിറ്റി നമുക്കറിയാം, ഒരേ അമ്മ വളർത്തിയ തന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും 5 സ്വഭാവക്കാരായിരിക്കും. നമുക്കറിയാം ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എൻ്റെ മൂത്ത മകനെ ഞാൻ കൊടുക്കുന്ന പാരൻറ്റിൻ്റെ സെയിം സ്റ്റൈൽ ചിലപ്പോൾ ഈ ചെറിയ മകനെ കൊടുക്കാൻ പറ്റണമെന്നില്ല, കാരണം അവൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിക് സൈഡ് ഡിഫറെൻ്റ് ആയി കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണുള്ളത്, അപ്പോൾ ആ തിയറീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ ഓർഗനൈസേഷൻ ബിഹേവിയർ, അണ്ടർസ്റ്റാൻഡ് ദി മോട്ടിവേഷൻ, വാട്ട് ഹി ഷുഡ് ഡു ടു മോട്ടിവേറ്റ് ഹിസ്, അതായത് എന്താണ് സബോർഡിനേറ്റ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിലെ ലീഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പും ഉണ്ടാക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി OB ഹെൽപ്പ് ചെയ്യും. അതുപോലെ മാർക്കറ്റിങ്ങിൽ സഹായിക്കും. പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജറായിട്ടും ബിറ്റ്വീൻ എംപ്ലോയീസ്, അതായത് ഓർഗനൈസേഷൻ
നല്ല റിലേഷൻഷിപ്പും എമോങ് ദി എംപ്ലോയീസും ബിറ്റ്വീൻ ദി മാനേജ്മെൻറ്റ് എംപ്ലോയീസും തമ്മിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൺജീനിയൽ വർക്ക് എൻവയോൺമെൻറ്റ് എന്നാണ് പറയുക. മോട്ടിവേഷൻ ടെക്നിക്സ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഹ്യൂമൻ പ്രോബ്ലംസ് ഹ്യൂമാനിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈവിൽ ഡിഫക്ട്സ് കോൺസിക്വൻസ് കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഹൗ ടു ഹ്യൂമൻ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് ഓർഗനൈസേഷന് മോർ ഇഫക്റ്റീവ് ആവാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വർക്ക് അത് സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ആവാൻ നമുക്ക് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കരിയർ ഒരു പറഞ്ഞില്ല ഓടി എന്ന് പറഞ്ഞ പ്രത്യേക കരിയർ തന്നെ ഉണ്ടാക്കാനും സഹായിക്കും. അങ്ങനെ ഇൻ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ടു റൺ എ ബിസിനസ് effectively and efficiently, the study of organization behavior is very essential. To run the business efficiently and effectively and efficiently, the study of the organization behavior essential ആണ്. ഈ 16 പോയിൻറ്റ്സിൽ നിങ്ങൾ സമ്മപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് എഴുതിക്കോളൂ. ഇത് നല്ലൊരു കണ്ടൻ്റുള്ള ഒരു ഏരിയയാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വൈ സ്റ്റഡി ഓർഗനൈസേഷൻ ബിഹേവിയർ. അതായത് ടു റൺ എ സക്സസ്ഫുൾ ബിസിനസ് അല്ലെങ്കിൽ ടു റൺ എ ബിസിനസ് വിത്ത് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ദി സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ വെരി എസെൻഷ്യൽ എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ നോട്ടൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ താങ്ക് യു.